പ്രഗ്നൻസി ആൻഡ് കരിയറിന് വേണ്ടി മാതൃത്വത്തെ നമ്മൾ ഒന്ന് ബോധപൂർവം മാറ്റി വെക്കുമ്പം അവിടെ സംഭവിക്കുന്ന വലിയൊരു അപകടമുണ്ട്. ഒരു സമൂഹത്തിൽ അമ്മമാരില്ലാണ്ടായാൽ ആ സമൂഹം മരിച്ചതിന് തുല്യമാണ്. എനിക്ക് തോന്നുന്നു ഈ ആൾക്കാർ കുറേ പറഞ്ഞുണ്ടാക്കുന്ന ഒരു കാര്യമുണ്ടെന്ന് തോന്നി. ഏതാണ്ട് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യവും നമ്മളതാണ്ട് ചെയ്യേണ്ടാത്തൊരു കാര്യം ചെയ്യുന്ന പോലത്തെ. ദൈവത്തിൻ്റെ ഒരു പ്രത്യേക കൃപയാൽ ഞാൻ ചിന്തിക്കും, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഓരോ പ്രഗ്നൻസിയും നമ്മുടെ കരിയറിലുള്ള ഒരു ബ്ലെസ്സിങ് ആണ്. വിശുദ്ധ വീതിയിലേക്ക് സ്വാഗതം. ഈ പ്രഗ്നൻസിയും കരിയറും ഈ രണ്ട് കാര്യങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ കുറേ കൺസേൺസും കുറേ ഡൗട്ട്സും ഭയങ്കര ഡിസ്കഷൻ സംഭവിക്കുന്ന രണ്ട് ടോപ്പിക്സാണ്. ശരിക്കും ഇത് ഒന്നായിട്ട് കുറേ പേര് ഇത് ഒന്നായി നല്ല പോസിറ്റീവായിട്ട് എടുക്കണ കുറേ നല്ല ഇൻസ്പയറിങ് സ്റ്റോറീസും നമ്മൾ കേൾക്കുന്ന കാലമാണ്. ഈ അടുത്ത് തന്നെ നമ്മൾ കേട്ട ഒരു കാര്യമാണ് റേച്ചൽ മോറിസൺ ഈ പ്രാവശ്യത്തെ ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫർ അവാർഡ് കിട്ടിയ പുള്ളിക്കാരത്തി ക്യാമറയൊക്കെ കയ്യിൽ പിടിച്ച് പ്രഗ്നൻ്റ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു ഇത് കണ്ട് ഒരു ഭയങ്കര ഇൻസ്പയറിങ് ഒരു ഫോട്ടോഗ്രാഫുമായിരുന്നു. സോ ഇന്ന് നമ്മൾ സംസാരിക്കുന്നതും അതാണ്, പ്രഗ്നൻസി ആൻഡ് കരിയർ. ഇതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് നമ്മളോടൊപ്പം ഉള്ളത് ടിൻഡു ചേച്ചിയാണ്. ടിൻഡു ചേച്ചി കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആണ്. ഇവിടെ കങ്കരപ്പടിയിലാണ് താമസിക്കുന്നത്. ഇവിടെ നമുക്കുള്ളത് ഡാരസ് ആൻറ്റി തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. കോളേജ് അധ്യാപികയാണ്. പിന്നെ നമുക്കുള്ളത് അനി ആൻറ്റി തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്, അധ്യാപികയും കൂടെയാണ്. സോ വെൽക്കം ആൻറ്റി, വെൽക്കം ചേച്ചി. ശരിക്കും അനി ആൻറ്റിനോട് തന്നെ ചോദിക്കാം, എങ്ങനെയാണ് ഈ കരിയറും പ്രഗ്നൻസിയൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകാനൊക്കെ സാധിക്കുമോ എന്ന് പലർക്കും ഉള്ളൊരു കൺസേൺ ആണ്. ആൻറ്റിയുടെ എക്സ്പീരിയൻസിൽ നിന്നൊക്കെ ആൻറ്റിക്കൊന്ന് സംസാരിക്കാമോ? അതെ, ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയ ഒരു ചർച്ചയ്ക്ക് വിഷയമായിരിക്കുന്നതാണ് ഈ കരിയറും പ്രഗ്നൻസിയും. അപ്പം ഞാൻ അധ്യാപികയാണ്, 5 മക്കളുണ്ട്. അപ്പം എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന എൻ്റെ കൊളീഗ് എപ്പോഴും എന്നെ ഓർമ്മിപ്പിക്കും, ഇനി വേണ്ടാട്ടോ എന്ന് എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാനിങ്ങനെ പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ നമുക്ക് ഉയർന്ന് ചിന്തിക്കാൻ പല അവസരങ്ങളും വന്നു. അപ്പോൾ നമ്മളിങ്ങനെ കരിയറും പ്രഗ്നൻസിയൊക്കെ ചർച്ച ചെയ്യുന്നതിനേക്കാൾ മുമ്പ് എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇവിടെ പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ പെട്ടെന്ന് പ്രത്യേകിച്ച് ഈ ന്യൂജൻ ദമ്പതികളുടെ ഇടയിൽ വന്നിരിക്കുന്ന ഒരു ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള സ്നേഹം അത് ഏറ്റവും നല്ലതായിരിക്കണം, ദൃഢമായിരിക്കണം, ബ്യൂട്ടിഫുൾ ആയിരിക്കണം. അത് വളരെ നല്ലതാണ്, ദൈവം അത് ആഗ്രഹിക്കുന്നു. പക്ഷേ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ അടുത്ത കാലഘട്ടത്തിൽ നമുക്ക് ഇറക്കിയ ഒരു സ്നേഹത്തിൻ്റെ സന്തോഷം എന്ന് പറഞ്ഞ അപ്പസ്തോലിക ആഹ്വാനമുണ്ട്. അതിൽ മാർപ്പാപ്പ അടിവരയിട്ട് സൂചിപ്പിക്കുകയാണ്, ദാമ്പത്യ സ്നേഹം ഒരിക്കലും ദമ്പതികളോടുകൂടെ അവസാനിക്കുന്നില്ല. അത് പുതിയ ജീവനെ സ്വീകരിക്കുന്നതിലേക്ക് തുറവിയാണ് നമുക്ക് വേണ്ടത്. കാരണം ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ പോലെയാണ് ജീവനും സ്നേഹവും. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അത് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ എന്തോരം ആ ഒരു പ്രഗ്നൻസി കാലഘട്ടം അല്ലെങ്കിൽ മാതൃത്വത്തിൻ്റെ ആ ഒരു സൗന്ദര്യം എത്ര മനോഹരമാണ്. നമുക്ക് ആ ഒരു ബോധ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. എനിക്ക് തോന്നുന്നു ഡാരസിന് അതിനെക്കുറിച്ചുള്ള വളരെ മനോഹരമായ കാര്യങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. അപ്പം ഡാരസ് അത് ഷെയർ ചെയ്യുമ്പോൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അനുചേച്ചി പറഞ്ഞ പോലെ എപ്പോഴും നമ്മുടെ ദാമ്പത്യ സ്നേഹം എന്ന് പറയുന്നത് ജീവനിലേക്ക് തുറവിയുള്ളതായിരിക്കണം. എന്നെ സംബന്ധിച്ച് എനിക്ക് വിവാഹത്തിന് മുമ്പ് തന്നെ അങ്ങനെ നല്ലൊരു ബോധ്യം ഉണ്ടായിരുന്നു. ദൈവം അനുഗ്രഹിച്ച് ജീസസ് യൂത്തിലൂടെയുള്ള ആ ഒരു എക്സ്പീരിയൻസിൽ നമുക്ക് ആ പ്രോ ലൈഫിനെ കുറിച്ചുള്ളൊരു നല്ലൊരു ബോധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ മക്കൾ കൂടുതൽ വേണം എന്നുള്ളൊരു നിശ്ചയം, അതുപോലെ തന്നെ പ്രസവം നിർത്തുന്നത് തെറ്റാണ്, പിന്നെ ആസ് എ കാത്തലിക് അത് നമുക്ക് പറ്റുന്ന കാര്യങ്ങളല്ല എന്നുള്ള നല്ല ബോധ്യത്തിൽ തന്നെയാണ് മാരീഡ് ലൈഫിലേക്ക് കയറി ചെന്നത്. പക്ഷേ എൻ്റെ ഹസ്ബൻഡും കുഴപ്പമില്ല, മക്കളൊക്കെ വേണം. പക്ഷേ എൻ്റെ 2-3 മക്കളൊക്കെ ആയതിനു ശേഷം ആൾക്കാരൊക്കെ പറഞ്ഞു തുടങ്ങി, ഞാൻ ജോലി ചെയ്യുന്ന ആളും കൂടിയാണ്. അപ്പോൾ ആളോട് ഹസ്ബൻഡിൻ്റെ അടുത്ത് അമ്മച്ചിയാണ് ചിലരൊക്കെ പറഞ്ഞു, എന്ത് കണ്ടിട്ടാ നിങ്ങൾ പ്രസവം ഒന്നും നിർത്തണില്ലേ, എങ്ങനെ മുന്നോട്ട് പോകാനാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ആൾക്ക് ഭയങ്കര ഒരു ചാഞ്ചാട്ടം വന്നു. ആള് 3rd ഡെലിവറി കഴിഞ്ഞ സമയത്തൊക്കെ എന്നോട് ഇനി എന്താ ഇത് നിർത്തണ്ടേ എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു. അപ്പം ഞാൻ എൻ്റെ ഒരു കൺവിക്ഷൻ അത് പറഞ്ഞു, നിർത്താൻ പറ്റില്ല, എനിക്കങ്ങനെ പറ്റില്ല എന്നുള്ള കാര്യം അറിയിച്ചു. പക്ഷെ ഒരു 3ാമത്തെ ഡെലിവറി കഴിഞ്ഞ് ഒരു 5 വർഷത്തിന് ശേഷമാണ് 4ാമത്തെ കുഞ്ഞുണ്ടായത്. പക്ഷെ ആ ഒരു 5 വർഷം ആവുമ്പോഴേക്കും ഇപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ആ ഒരു കൺവിക്ഷനിൽ ദൈവവും നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാൻ തോന്നണേ.
നമുക്ക് ആ ഒരു ദൈവത്തോട് നമ്മൾ ചേർന്ന് വിശ്വസ്തരാവാൻ ശ്രമിക്കുമ്പോൾ ദൈവവും നമ്മളെ അനുഗ്രഹിക്കും. ആ 4ാമത്തെ കുഞ്ഞിന് വേണ്ടി എന്നേക്കാളും കൂടുതൽ ആഗ്രഹിച്ചതും ഒരുങ്ങിയത് എൻ്റെ ഹസ്ബൻഡായിരുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് ആ 4ാമത്തെയും 5ാമത്തെയും കുഞ്ഞിനെ സ്വീകരിക്കാനായിട്ട് പറ്റി എന്നുള്ളതാണ്. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് സ്ത്രീ, അതായത് പലരും ഞങ്ങളുടെ കരിയർ പോവില്ല, അല്ലെങ്കിൽ കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പല കാര്യങ്ങൾക്കും ബാരിയർ ആണെന്ന് പറയുമ്പോൾ ഇവിടെ നല്ല റിയൽ ആയിട്ട് വന്നിട്ട് 2 സ്ത്രീകൾ പറയുകയാണ് അവർക്ക് 5 മക്കൾ ഉണ്ട്. അപ്പം ഇപ്പോഴത്തെ ഒരു ക്രൈസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞിനെ പോലും സ്വീകരിക്കാനായിട്ട്, കരിയർ കാരണം ഒരു കുഞ്ഞിനെ പോലും സ്വീകരിക്കാൻ വേണ്ടിയിട്ടൊരു അക്സെപ്റ്റൻസ് ഇല്ലാത്ത ലെവലിലേക്ക് മുന്നോട്ട് പോകുന്നൊരു സംഭവമാണിത്. അപ്പോൾ ഇത് നമ്മളുടെ ഒരു ലോകത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ്. നമ്മൾ പലപ്പോഴും എവറസ്റ്റ് കയറുന്നതിനും അല്ലെങ്കിൽ ഒക്കെ 2 കാലം വയ്യാത്ത ഒരു സ്ത്രീ വലിയ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നതും, അല്ലെങ്കിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ വേറെ പല കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നതിനൊക്കെ വലിയ കാര്യമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ ഇത് രണ്ടും കൂടെ കൊണ്ടുപോകുന്ന മോട്ടിവേറ്റഡ് ആവുന്ന ആ സ്ത്രീകൾക്ക് നമ്മൾ വേണ്ട രീതിയിലൊരു അവർക്ക് ഡിഗ്നിറ്റി കൊടുക്കുന്നില്ല. അതൊരു വല്ലാത്തൊരു എന്താ പറയുക ഒരു ഓപ്പോസിറ്റ് ഒരു വിഷനാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പലരും തയ്യാറായി വരുന്നവരെ കളിയാക്കുകയും അവർക്ക് പറ്റാത്ത ഒരു കാര്യത്തെ ഇങ്ങനെ വിമർശിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സാധ്യമാണെന്ന് തെളിയിക്കുന്ന പല ആൾക്കാരുണ്ട്. മറ്റു പല കാര്യങ്ങൾക്കും നമ്മൾ മോട്ടിവേഷൻ കൊടുക്കുന്നതോടുകൂടി തന്നെ ഇതും പോസിബിൾ ആണെന്നുള്ള ലെവലിൽ നമുക്ക് പലപ്പോഴും മോട്ടിവേറ്റഡ് ആവാനും മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റുന്നൊരു കാര്യമാണ്. ടിൻഡു ഇത് പറയുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുമായിരുന്നേ, കാരണം നമ്മളുടെ മുമ്പിൽ ഇങ്ങനെ ജീവിക്കുന്നവരുടെ ഒരു എന്താ പറയുക സാക്ഷ്യം കാണുമ്പോൾ അത് പലപ്പോഴും നമ്മൾ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓർക്കും എൻ്റെ 5ാമത്തെ കുഞ്ഞിനെ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തൊക്കെ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു ജൂനിയർ ടീച്ചർ, അവർക്ക് ഇപ്പോൾ 6 മക്കളുണ്ട്. അവർ വളരെ മനോഹരമായിട്ട് ജോലിയും കുഞ്ഞുങ്ങളെ പരിപാലിക്കില്ല. അപ്പോൾ അവർ ഞങ്ങളുടെ ഇടവകയിൽ തന്നെയാണ്. ആ കുഞ്ഞുങ്ങളെല്ലാവരെയും കൊണ്ട് ജോലി കഴിഞ്ഞിട്ട് ഓടി വന്ന് ഈ കുഞ്ഞിനെയും കൊണ്ട്, ചെറിയ കുട്ടിക്ക് 8 മാസമായിട്ടുള്ളൂ, കൊണ്ട് പള്ളിയിൽ എല്ലാ കുഞ്ഞുങ്ങളും കൂടി നിൽക്കുന്നത് തന്നെ ഞങ്ങൾക്കൊരു വലിയ പ്രചോദനമാണ് ആ ഇടവകയിലുള്ളവർക്ക്. അപ്പം മുമ്പ് പോയവർ പലപ്പോഴും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം ധാരാളം പേര് അങ്ങനെ ഇത് സാധിക്കുമല്ലേ, ഈ കരിയറും ഇതും കൂടി കൊണ്ടുപോകാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല. ഇപ്പം ദൈവത്തിൻ്റെ ഒരു പ്രത്യേക കൃപയിൽ ഞാൻ ചിന്തിക്കും, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ. ഞാൻ ഒരു അനുഭവം ഓർക്കുന്നുണ്ട്. ഒരു കുഞ്ഞുവാവേനെ ചെറുതാണ്, പെട്ടെന്ന് സഹായിക്കാൻ വന്ന മെയ്ഡിനൊരു അസൗകര്യം വന്നിട്ട് അവർക്ക് വരാൻ പറ്റില്ല. അപ്പം തൊട്ട് പിറ്റേ ദിവസം സ്കൂളിൽ പോകണമെങ്കിൽ ഒരാൾ ഹെൽപ്പിന് വരണം, പാരൻസ് ഞങ്ങളുടെ കൂടെ ഇല്ല. നമുക്ക് അത്ഭുതം തോന്നും, പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മളൊരു ആരോടൊക്കെ ചോദിച്ചിട്ടാണ്. പക്ഷെ നെക്സ്റ്റ് ദിവസം തന്നെ നമ്മളെ സഹായിക്കാൻ വേണ്ടി വേറൊരാൾ അവിടെ അപ്പോയിൻ്റ് ചെയ്യപ്പെടാണ്, നമ്മളുടെ ഒരു മിടുക്ക് കൊണ്ടല്ലല്ലോ. അപ്പോൾ ഒരിക്കലും ഞാൻ ചിന്തിക്കുമ്പം ദൈവം അങ്ങനെ നമ്മളെ ഈ ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയി തിരിച്ചു നോക്കുമ്പോൾ എപ്പോഴും അതുപോലെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോയതും ആ കരിയർ കൂടെ കൊണ്ടുപോകാൻ നല്ല ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ ദൈവം സഹായിച്ചത് ഓർക്കുവാണ്. അപ്പം ഏറ്റവും നേരത്തെ ഞാൻ എപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട്, കോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസിയിലാണ് നല്ല ഏറ്റവും ഒരു അവാർഡ് അച്ചീവ് ചെയ്യാനായിട്ട് ദൈവം അനുവദിച്ചു എന്നുള്ളത് ഭയങ്കര അഭിമാനത്തോടു കൂടി ഓർക്കുവാണ് ശരിക്കും. എനിക്ക് തോന്നുന്നു ഈ ആൾക്കാർ കുറേ പറഞ്ഞുണ്ടാക്കുന്ന ഒരു കാര്യമുണ്ടെന്ന് തോന്നി. ഏതാണ്ട് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യവും നമ്മളതാണ്ട് ചെയ്യേണ്ടാത്തൊരു കാര്യം ചെയ്യുന്ന പോലത്തെയും എനിക്കൊന്ന് അങ്ങനെ പറഞ്ഞ് കുറേ ആൾക്കാരില്ല. ഇപ്പം എനിക്കൊന്ന് വരുന്ന യങ്ങർ ആ ഒരു ജനറേഷനിൽ പോലും അവരുടെ ഒരു കൺസെപ്റ്റിൽ ഒരിക്കലും ഇല്ല ഇങ്ങനെ കൂടുതൽ മക്കളെന്നോ അല്ലെ ഒരു കൊച്ചോ എന്ന് പോലും. അവർക്കെപ്പോഴും അവരുടെ ഒരു ഗ്രോത്ത്, പക്ഷെ അവർ ശരിക്കും മനസ്സിലാക്കുന്നില്ല ഇതെല്ലാം കൂടെ ചേരുന്നത്. ഇപ്പോൾ ഒരു ഫാമിലി എന്ന് പറയുന്ന ഒരു സംഭവം ഇതും കൂടെ ഒരുമിച്ച് കൊണ്ടുപോയി ധീര വനിതകളായിട്ട്, ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രഗ്നൻസിയും കരിയറും സംസാരിക്കുമ്പോൾ ഒരിക്കലും ഇത് സ്ത്രീകളിൽ മാത്രം നിൽക്കുന്ന ഇത് കാര്യമല്ല. എനിക്ക് തോന്നുന്നു നമ്മളുടെ പിതാക്കന്മാരും അല്ലേ ഇതിനകത്തൊരു വളരെ വലിയൊരു റോൾ സപ്പോർട്ടിങ് റോള് ശരിക്കും അവരെടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒത്തിരി പിതാക്കന്മാർ അങ്ങനെ സപ്പോർട്ടിങ് റോൾ എടുക്കുന്നുണ്ട്. പക്ഷെ ചിലരുടെ എങ്കിലുമൊക്കെ ഒരു കൺസേൺ ആണ്, നിങ്ങൾക്കൊക്കെ ഇങ്ങനെ പറയാം, ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു സപ്പോർട്ട് ഒരിക്കലും കിട്ടത്തില്ല, ഞങ്ങളുടെ ഹസ്ബൻഡ്മാരിൽ നിന്ന് പോലും കിട്ടത്തില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം ഈ ഒരു ഷോ കേൾക്കുന്ന പിതാക്കന്മാർക്ക് അതൊരു പ്രചോദനമാകുക എന്നുള്ളതാണ്. ഇൻലോസും ഈ പറഞ്ഞ എല്ലാവരും കൂടി ഒരുമിച്ച് നമ്മളുടെ ഒരു ഫാമിലി ബിൽഡ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന പെയിനും അല്ലെ പ്രാർത്ഥനയും അതൊരിക്കലും ഒരു എന്താ പറയുക ഒരു
ശരിക്കും ഒരു കരിയറും ഈ പ്രഗ്നൻസിയും കൂടി ഒരുമിച്ച് കൊണ്ടുപോകണമെങ്കിൽ ശരിക്കും അങ്ങനത്തെ ഒരു സപ്പോർട്ട് ഭയങ്കര നീഡ്ഫുൾ ആണ്. പിന്നെ എനിക്ക് ഇട്ടിട്ട് പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിക്കുകയാണ്, ഈ മൂത്ത കുട്ടികളൊക്കെ ഉണ്ടല്ലോ, ഇപ്പം നമ്മുടെ വീട്ടിൽ അമ്മ ജോലിക്ക് പോകുന്നു, ചെറിയ വാവകൾ ഉണ്ടാകുമ്പോൾ അവരെത്ര ഭംഗിയായിട്ട് അവർ ടേക്ക് കെയർ ചെയ്യണമെന്ന്. അപ്പം ഞാൻ ഓർക്കാം, എൻ്റെ വീട്ടിൽ ഞങ്ങൾ 2 പേരേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ആവശ്യം വന്നിട്ടില്ലേ. അപ്പം ഞാൻ ചിന്തിക്കും, എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഇൻബോൺ ടാലന്റ് ഉണ്ടായിരുന്നിട്ടുണ്ടാവും, ശരിക്കും യൂസ് ചെയ്യാനൊരു അതെ. ഈ ചില പേരൻസ് മറ്റേ ഈ നമ്മൾ ഈ സ്ക്രീൻ ടൈമിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേനും പാരന്റൽ കൺട്രോൾ ആപ്സിനെ പറ്റിയൊക്കെ നമ്മൾ സംസാരിക്കുമല്ലോ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൂ, കൂടുതൽ കുട്ടികളുള്ളവർക്ക് അങ്ങനത്തെ ഒരു ആപ്പിന്റെ ആവശ്യമില്ല. അതായത് ഒരാൾ എന്താണ് കാണുന്നതെന്ന് മോണിറ്റർ ചെയ്യാൻ വേറൊരാളുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അവർക്ക് ഈ പറഞ്ഞ പോലെ സ്ക്രീൻ ടൈം ഒരു വലിയ പ്രോബ്ലം ആവാൻ സാധ്യതയില്ല. കാരണം അവർക്ക് വീട്ടിൽ ചില ഉത്തരവാദിത്തങ്ങൾ എന്തായാലും ചെയ്യാനുണ്ടാവും, മൂത്ത കുട്ടികളെ നോക്കാനുണ്ടാവും, അല്ലെങ്കിൽ വീട്ടിലെ ചില കാര്യങ്ങൾ എങ്ങനെ ആയാലും ഈ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്ത് പോകേണ്ടി വരും. അതുപോലെ ഇപ്പം ഈ പ്രത്യേകിച്ച് ടീച്ചേഴ്സ് മുഴുവൻ ഓൺലൈൻ ടീച്ചിങ്ങിലേക്കൊക്കെ മാറി ടെക്നോളജി ഉപയോഗിക്കേണ്ടി വന്നപ്പം നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. നമ്മുടെ വീട്ടിലെ എല്ലാവരും വളരെ ടാലന്റഡ് ആണ് ആ കാര്യങ്ങൾ. അപ്പം ജസ്റ്റ് ദേ മീറ്റ്, ഗൂഗിൾ മീറ്റ്, അത് പറയുന്നുണ്ട്, അപ്പോഴേക്കും അവിടെ എല്ലാം റെഡിയായി. അതൊക്കെ ഒരുപാട് ഈ ഒരു കാലഘട്ടത്തിൽ അവരിൽ ഓൾറെഡി ആ ടാലൻസ് ഉണ്ട്. അവരെത്ര ഭംഗിയായിട്ട് നമ്മുടെ കരിയർ, ഞാൻ ഓർക്കും ഏറ്റവും നന്നായിട്ട് അല്ലെങ്കിൽ ചെയ്യാൻ ഈ കൂടുതൽ മക്കളുള്ള ഫാമിലി പല ടീച്ചേഴ്സ് ഈ അനുഭവം പങ്കുവെച്ച് കേട്ടിട്ടുണ്ട്. അവരോടൊരു വാക്ക് പറഞ്ഞാൽ മതി അല്ലേ. അവര് പല കോഴ്സുകൾക്കൊക്കെ ഇപ്പൊ നമ്മൾ അവരെ ബുദ്ധിമുട്ടി വളർത്തിയെന്നുണ്ടെങ്കിലും ഇപ്പോൾ നമുക്ക് എല്ലാ തരത്തിലുള്ള ഹെൽപ്പും അവരിൽ നിന്നാണ്. പ്രത്യേകിച്ച് ഈ ഓൺലൈൻ ടീച്ചിങ്ങിലൊക്കെ വന്നപ്പോൾ വളരെയധികം അവർ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് കൂടി ഞാനത് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ പറഞ്ഞൊരു പോയിന്റ് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലെ നമുക്കറിയാം, സ്ത്രീകൾ പഠന മേഖലയിലും ജോലി മേഖലയിലൊക്കെ അവരുടെ ആ വൈദഗ്ധ്യം തെളിയിക്കുന്നുണ്ട്. അത് ഭയങ്കര നല്ലതാ. കാരണം നമ്മൾ പഠിക്കുന്നു, നമ്മൾ നന്നായി അത് അധ്വാനിക്കുന്നു, അതൊക്കെ വന്ന് നമ്മൾ ആ മുൻ ശ്രേണിയിലേക്ക് വരുന്നു. മാർപ്പാപ്പ ഇങ്ങനെ പറഞ്ഞു വയ്ക്കുക, അത് നല്ലത് തന്നെ. പക്ഷെ മാതൃത്വം അതൊന്നിനും പകരം വെക്കാൻ പറ്റണതല്ല. അത്രയും ബ്യൂട്ടിഫുൾ ആണ് ഈ മാതൃത്വത്തിന്റെ മനോഹാരിത. നമുക്കിങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഈ സ്ത്രീകൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യേക ടാലന്റ് എന്ന് വെച്ചാൽ ബോയ്സിന് ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷെ എന്നാലും ഈ 2 sides ഓഫ് ദ ബ്രെയിൻ ഉപയോഗിക്കാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. ഇപ്പം എത്ര മക്കളെ ആണേലും പ്രസവിക്കാനും അല്ലെങ്കിൽ വളർത്താനുമുള്ള എന്തോ ഒരു പ്രത്യേക കൃപ സ്ത്രീകളിൽ ശരിക്കും ദൈവം കൊടുത്തിട്ടുണ്ട്. ഒന്നും ആലോചിച്ച് നോക്കിയേ, കുറേ മക്കളെ ഒരു കരിയറുമായിട്ടും കുറേ മക്കളുമായിട്ടും ഒക്കെ ഒരുമിച്ച് ധീരയായിട്ട് നിന്ന ഒരു സ്ത്രീയെ അങ്ങനെ ചിന്തിക്കുമ്പോഴത്തേന് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് പോയത്. ഇനി ഇതിനകത്ത് ഇപ്പം നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ബോയ് ക്രൈസിസ് ഒക്കെ കാര്യമായിട്ട് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. കാരണം അപ്പന്മാരുടെ ഒരു റോള് പ്രഗ്നൻസി സമയത്തിൻ്റെ ആ ടൈം തൊട്ട് നമ്മൾ വിചാരിക്കും കുഞ്ഞ് ജനിക്കുന്ന ആ നിമിഷം തൊട്ട് അമ്മ പ്രാർത്ഥിക്കുന്നു, അമ്മ ഇത് ചെയ്യുന്നു, പക്ഷേ തൊട്ടടുത്തുള്ള അപ്പൻ അതിൻ്റെ കൂടെ സഹായിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ കരിയർ ബിൽഡ് ചെയ്യാൻ ആ ഒരു ഗ്രോയിങ് സ്റ്റേജിലെല്ലാം നമ്മൾ സഹായിക്കുന്നതെല്ലാം വളരെ വളരെ ആയിട്ട് അതിൻ്റെ ഇമ്പാക്റ്റ് ഈ കുഞ്ഞിലും ഉണ്ടാവും എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർക്ക് കുറച്ചും കൂടെ മെൻ്റൽ ഹെൽത്ത് ഉണ്ടാവുന്നതായിട്ട്. അപ്പോൾ അതുകൊണ്ട് ബോയ്സിൻ്റെ അല്ലെങ്കിൽ അപ്പന്മാരുടെ ഒരു ഇമ്പോർട്ടൻസും ശരിക്കും പറഞ്ഞാൽ ഇവിടെ പ്രത്യേകം നമ്മൾ പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം പലരും ഈ പ്രഗ്നൻസി ടൈമിൽ ഇത് പെൺകുട്ടികളുടെ സ്ത്രീകളുടെയാണ് ആ ഒരു കൺസെപ്റ്റ്. അപ്പം അപ്പൻ ഒരിക്കലും ഇരുന്നിട്ട് മറ്റേ സ്ക്രോൾ ചെയ്തിരിക്കാനുള്ള റോളല്ല അപ്പൻ്റെതുള്ളത്. അപ്പന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്, അത് വളരെ ആവശ്യമായിട്ടുള്ളൊരു റോളാണ്. അപ്പൊ ശരിക്കും ഈ വൈഫ്സിന് അതൊരു സപ്പോർട്ടാണ് അല്ലേ, ചെയ്യുന്നവരാണെങ്കിൽ കൂടി പ്രത്യേകിച്ചും. അപ്പൊ അങ്ങനെ വരുമ്പം ഇത് എങ്ങനെയാണ് ഒരു ഇത് പ്രയാസമാകുന്നത് ഒരാളുടെ മാത്രം ഒരു പ്രശ്നമായിട്ട് മാറുമ്പോഴും, ഒരാളുടെ മാത്രം ഒരു ഇനിഷ്യേറ്റീവായിട്ട്. പക്ഷെ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണ് എന്നുള്ള കൺസെപ്റ്റ് വരുമ്പോൾ രണ്ടുപേരുടെയും കരിയറും രണ്ടുപേരുടെയും വളർച്ചയും വളരെ വളരെ കൂളായിട്ട് വരുന്നതായിട്ട്, പിന്നെ അവിടെ ദൈവത്തിൻ്റെ ഒരു വല്ലാത്തൊരു ബ്ലെസ്സിങ്. അതെ, ഈ ബ്ലെസ്സിങ് ഭയങ്കരമായിട്ട് നമുക്ക് അല്ലെ ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ ധാരാളം അനുഭവങ്ങൾ പറയാനുണ്ടാവും. കാരണം തിരിച്ചു നോക്കുമ്പോൾ എത്ര ഭംഗിയായിട്ടാണ് ദൈവം അത് ക്രമീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോയെന്നൊക്കെ. ഇതിനകത്ത് ഇത് സംസാരിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് വേറൊരു പോയിന്റ് തോന്നുന്നു. ഒരു ഫിയർ ഫാക്ടർ ശരിക്കും നമ്മളുടെ ഒരു ജനറേഷനിൽ ഭയങ്കരമായിട്ടും ഇപ്പോൾ അതായത് വിവാഹം കഴിക്കുന്നത് പോലും പേടിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് എൻ്റെ കരിയർ വിവാഹം കഴിച്ചാൽ പോലും പോവും, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും അച്ചീവ് ചെയ്തിട്ടാണ് ഞാൻ വിവാഹം കഴിക്കേണ്ടത് അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആവേണ്ടതെന്നുള്ളൊരു മിസ്കൺസെപ്റ്റ്. അതുപോലെ തന്നെ പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ അതാണ്ടൊരു വലിയൊരു ഫിയർ ആയിട്ടുള്ളൊരു കാര്യം. അത് അത്ര പെയിൻഫുള്ളാണ്. അതൊരിക്കലും എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു കാര്യമല്ല. കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് ബേർഡനാണ്. ഇങ്ങനത്തെ ചില വേണ്ടാത്ത ഒരു ധാരണകൾ ഭയങ്കരമായിട്ട് ഇപ്പം കൂടുന്ന ഒരു സമയമാണ്. ശരിക്കും അതങ്ങനെയല്ല. നമുക്ക് സ്പെഷ്യലി നമ്മളതിനകത്ത് ഗിഫ്റ്റഡ് ആണ് എന്ന് മനസ്സിലാക്കാനും ഈ മക്കളൊക്കെ വളരുന്ന ജനറേഷനൊക്കെ കൂടുതൽ ഇരിക്കുന്നു ഒരുപാട്. പക്ഷേ യുവതലമുറ വളരെ പ്രാർത്ഥിച്ച് ഒരുങ്ങി
ഒരുങ്ങി ഈ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും മക്കളെ ജനിപ്പിക്കുകയും ചെയ്യുന്ന ഒരുപാട് യങ് ജനറേഷൻ ശരിക്കും ഉണ്ട്. അവരൊക്കെ ഒത്തിരി മാതൃകയാണ് ഒരു സമയത്ത്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഫിയർ ഇതാവേണ്ട കാര്യമുള്ളതല്ല. അപ്പോൾ അതിന് മാതാപിതാക്കൾ ശരിക്കും അവരുടെ ആ കുഞ്ഞുനാളിൽ തന്നെ അതൊരു എക്സ്പീരിയൻസ് അവർക്ക് കൊടുക്കുമ്പോൾ അത് പറഞ്ഞു കൊടുക്കാനും, അല്ലെ അവർ കണ്ടു വളരട്ടെ. അവർ ഇപ്പം എനിക്കൊന്ന് ഇപ്പം 5 മക്കളുള്ളവരുടെ അടുത്താണെങ്കിൽ മൂത്ത 2 മക്കൾ ഏതാണ്ട് അപ്പൻ്റെ അമ്മയുടെ റോളിൻ്റെ ഏകദേശം ആയിക്കഴിഞ്ഞു. അവർ മനസ്സിലാക്കി കഴിഞ്ഞു ഇതൊക്കെ തന്നെയാണ് കാര്യങ്ങൾ എന്നുള്ള ട്രെയിൻഡ് ആയി കഴിഞ്ഞു അവർ. പിന്നെ ഈ കരിയർ ഒരിക്കലും നമ്മൾ പ്രഗ്നൻ്റ് ആവുമ്പോൾ ശരിക്കും നമ്മുടെ കരിയറിൽ എൻ്റെ അനുഭവത്തിലൊക്കെ ജീവിതത്തിൽ ഓരോ പ്രഗ്നൻസിയും നമ്മുടെ കരിയറിലുള്ള ഒരു ബ്ലെസ്സിങ് ആണ്. ഓരോ കുഞ്ഞുണ്ടാവുമ്പോഴും ഞാൻ ആദ്യം വിവാഹം ചെയ്യുന്ന സമയത്ത് ഞാൻ ഹൈസ്കൂൾ ടീച്ചറായിരുന്നു. പിന്നെ ഓരോ പ്രഗ്നൻസിയും കഴിയും തോറും എനിക്ക് വളരെയധികം അനുഗ്രഹങ്ങൾ, പ്രത്യേകിച്ച് എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ ഹൈസ്കൂളിൽ നിന്ന് ഹയർ സെക്കൻഡറി, അവിടെ നിന്ന് പിന്നെ കോളേജ്. അപ്പോൾ അതൊക്കെ ഓരോ കുഞ്ഞുണ്ടാവുമ്പോഴും നമുക്ക് ഉയർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ ഒരു തരത്തിൽ നമ്മളതിന് താഴ്ന്നു പോകേണ്ട വന്നിട്ടില്ല. എനിക്ക് 5 മക്കളാണ്. പ്രത്യേകിച്ച് 5ാമത്തെ ഡെലിവറിയുടെ സമയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, 5ാമത്തെ പ്രഗ്നൻസിയുടെ സമയത്താണ് എനിക്ക് കോളേജിയേറ്റ് PSC ഒക്കെ വരണത്. അപ്പോൾ ആകെ ഛർദിയും, 4ാമത്തെ കുഞ്ഞിനാണെങ്കിൽ 5-8 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഛർദി, അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടുകൾ, അങ്ങനെ നമുക്കറിയാം ഓൾറെഡി ജോലി ഉള്ളതാണ്, തിരക്ക്. അപ്പോൾ ആ ഒരു സമയത്താണ് ഈ കോളേജിയേറ്റ് എക്സാം എഴുതുന്നത്. ആ എക്സാം എന്ന് പറഞ്ഞാൽ വളരെ കോമ്പറ്റീറ്റീവായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ നമുക്ക് കുറേ തിരക്കുകൾ, പക്ഷെ ദൈവം നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഞാനിതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇടയിൽ എനിക്കിങ്ങനെ ഒരു വചനം ദൈവം ഇങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ്. സങ്കീർത്തനം 18:29. അവിടുത്തെ ശക്തിയാൽ ഞാൻ സൈന്യനിരകളെ ഭേദിക്കും, എൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ ഞാൻ കോട്ട ചാടി കടക്കും. അവിടുത്തെ സഹായത്താൽ ഞാൻ സൈന്യനിരയെ ഭേദിക്കും, എൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ ഞാൻ കോട്ട ചാടി കടക്കും. അപ്പോൾ പല പ്രാവശ്യം ഞാൻ പണ്ടെപ്പോഴോ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുള്ള വചനമൊന്നുമല്ല. അപ്പം പല പ്രാവശ്യം ഈ വചനം ഇങ്ങനെ മനസ്സിലേക്ക് കയറി വരുമ്പോൾ എനിക്ക് തോന്നിയത് എനിക്ക് ദൈവം ഈ സമയത്തിന് തന്നിട്ടുള്ളൊരു വചനമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാനതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അത് പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ ആദ്യത്തെ എക്സാം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് പോയി എഴുതണം. അപ്പോൾ ഈ കൊച്ചിനെയും ഈ ഛർദിയും ഒക്കെ വെച്ച് പോയി ആ എക്സാം പക്ഷെ അവർ ക്യാൻസൽ ചെയ്തു. വീണ്ടും ഡെലിവറിയുടെ സമയത്താണ് റീടെസ്റ്റ് വരുന്നത്. വീണ്ടും ഈ കൊച്ചിനെയും കൊണ്ട് കാറിൽ അങ്ങനെ പോയി എഴുതൊക്കെ ചെയ്തു. പക്ഷേ ഈ ഒരു വചനം റിപ്പീറ്റഡായിട്ട് ഈ പറഞ്ഞ് അതിനൊരുങ്ങിയതുകൊണ്ടായിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ കോമ്പറ്റീറ്റീവായിട്ടുള്ള ഈ ഒരു എക്സാമിൽ റാങ്ക് ലിസ്റ്റിൽ കയറിപ്പെടാനും വളരെ കേപ്പബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് പുറന്തള്ളിയപ്പോൾ അതിൽ ഇടം കിട്ടി കോളേജിൽ ജോയിൻ ചെയ്യാനും പറ്റിയത് ആ ദൈവത്തിൻ്റെ ഒരു കരുതലും കൂടിയാണ്. നമ്മൾ ദൈവത്തോട് വിശ്വസ്തരായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ ദൈവത്തോട് വിശ്വസ്തത കാണിച്ചാൽ ദൈവം തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വിശ്വസ്തനായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. ശരിക്കും വിജയം നൽകുന്നത് കർത്താവാണ്. നമ്മൾ വിശ്വസ്തരാകുക എന്നുള്ളത്, വിജയിക്കുക എന്നുള്ളതിനേക്കാൾ വിശ്വസ്തരാകുക എന്നുള്ളതാണ് അതിനകത്തൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇത് പറഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിൽ സെയിൻറ്റ് ജോൺ പോൾ സെക്കൻഡ് പറഞ്ഞൊരു നമ്മുടെ സെയിൻറ്റ് ജോൺ പോൾ സെക്കൻഡ് ലവ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്നൊരു ബുക്കിൽ നമ്മുടെ സ്നേഹത്തിനൊരു റെസ്പോൺസിബിലിറ്റിയും കൂടെ ഉണ്ട് അല്ലേ. നമ്മൾ ചുമ്മാ സ്നേഹിക്കുമ്പം അതിനകത്തുനിന്നൊരു ഫ്രൂട്ട് ഉണ്ടാകുമ്പോഴത്തേനും, അല്ലെങ്കിൽ ഇനി പെയിൻഫുൾ ആയിട്ടുള്ള എന്ത് സംഭവം ഉണ്ടായാലും, എന്ത് ഉത്തരവാദിത്തപരമായ കാര്യങ്ങളായാലും അതിനെ ഒന്ന് ഏറ്റെടുക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടാവുക എന്ന് ഇപ്പോഴത്തെ ജനറേഷൻ അതാണ് പറ്റാത്തത്. അപ്പം അതുകൊണ്ട് അവർ പലതിനെ ലിമിറ്റ് ചെയ്യുന്നൊരു സംഭവം. അപ്പം എൻ്റെ സ്നേഹം എന്ന് പറഞ്ഞൊരു 2 പേര് തമ്മിൽ സ്നേഹമുണ്ടെന്ന് മാത്രമല്ല, ആ സ്നേഹത്തിന് ബാക്കി നമ്മുടെ ലൈഫിൽ വരുന്ന ഓരോ കാര്യങ്ങളെയും ഏറ്റെടുക്കാനുള്ളൊരു ധൈര്യവും കൂടി ഉണ്ട് എന്നുള്ളൊരു സംഭവം. അപ്പോൾ മക്കൾ വന്നാൽ ആ മക്കളെയും കൂടെ പരിപാലിച്ച് നമ്മുടെ കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള ഒരു ശക്തി ദൈവം നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ആ റെസ്പോൺസിബിലിറ്റി നമ്മൾ എടുക്കാനുള്ള അതാണ് ചേച്ചിയുടെ ഷെയറിങ്ങിലൂടെ എനിക്ക് കുറച്ചുകൂടെ തോന്നിയൊരു കാര്യം. ഇപ്പം നമ്മളീ പറയുമ്പം പെട്ടെന്ന് കേൾക്കുമ്പോൾ തോന്നും, 5 മക്കളുള്ളവർക്ക് എന്തൊരു സുഖമാണ്. അങ്ങനെ ഒരു തെറ്റായ ധാരണയൊന്നും അല്ല കേട്ടോ. കാരണം ബുദ്ധിമുട്ടുകളുണ്ട് അല്ലേ. കുഞ്ഞുങ്ങളെ 5 മക്കളെ ജോലിയുടെ കൂടെ 5 മക്കളെ വളർത്തുമ്പം അപ്പം അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ നമുക്കുണ്ട്. പക്ഷെ അതിലൂടെ കടന്നു പോവാൻ അല്ലെങ്കിൽ ആ ഒരു എനിക്ക് തോന്നുന്നു ഞാൻ 2 പേര് കഴിഞ്ഞിട്ടാണ് ഞാൻ B.Ed പഠിക്കാനായിട്ട് തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ M.Ed ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് 3ാമത്തെ ആളുണ്ടാവുന്നത്. അത് കഴിഞ്ഞ് 4ാമത്തെ ആളാകുമ്പോഴാണ് ഞാൻ ജോലിക്കും കൂടെ കയറുന്നത്, സൈക്കോളജി പഠിക്കുന്നത്. പിന്നെ അങ്ങോട്ട് പഠനം മാത്രമാണ്, ഇപ്പോഴും പഠനം മാത്രമാണ്. അപ്പം 5ാമത്തെ ആൾ വരെ ആയിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട്. പക്ഷെ നമ്മൾ അതിനിടയ്ക്ക് നമ്മൾ എന്തോരം കാര്യങ്ങളിലും ഇൻവോൾവ് ആവുന്നു.
സുഖകരമാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ ഇത് ദൈവത്തിൻ്റെ സഹായത്തോടെ നമ്മളിത് കടന്നു പോയി കഴിയുമ്പോൾ നമ്മൾ തന്നെയാണോ ഇത് കടന്നു പോയെന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ ദൈവം നമ്മളെ ശരിക്കും നമുക്ക് നയിക്കുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ ഡാരസും ടിൻറ്റും ഒക്കെ ഷെയർ ചെയ്ത പോലെ പഠിക്കുന്ന കാലത്ത് പ്രഗ്നൻസി ടൈമിൽ ഇവർ പഠനം അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് അവർ നടക്കുമായിരുന്നു. ഞാനതുപോലെ ചിന്തിക്കും, നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ ഇപ്പോൾ വെറുതെ വീട്ടിലോട്ട് നോക്കുമ്പോഴേ അവർ ചില 4ാമത്തെ ആളൊക്കെ ചില കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി അത് ഒരു പക്ഷേ നമ്മളിങ്ങനെ ചിലപ്പം ആ ഒരു കരിയറിൻ്റെ സമയത്തൊക്കെ നമ്മൾ ചെയ്ത കാര്യങ്ങളോ ഭയങ്കര അത്ഭുതമായിട്ട് നമുക്ക് തോന്നും. അതുപോലെ ചെറിയ ആൾ 1ാം ക്ലാസ്സിലായിട്ടുള്ളൂ, പക്ഷേ ആ വീടൊക്കെ ഒന്ന് എല്ലാം മാനേജ് ചെയ്ത് വെക്കാനുള്ള ആള് ചെറുതാണ്, പക്ഷെ എന്നാലും നമുക്കത് അത്ഭുതം തോന്നും. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ ഇവർക്ക് സഹായമായിട്ടുണ്ടാവും ഈ ഒരു കരിയറും നമ്മളുടെ പ്രഗ്നൻസി പീരീഡൊക്കെ കൂടി നമ്മൾ ഒരുമിച്ച് കൊണ്ട്. കറക്റ്റാണ്. ശരിക്കും നമ്മളുടെ ഒരു വൂം സൈക്കോളജിയൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പം കുഞ്ഞിൽ ഉദരത്തിലായിരിക്കുന്ന സമയം തൊട്ട് ഒരു ലേണിംഗ് നടക്കുന്നുണ്ട്, ബിഹേവിയർ മോഡിഫിക്കേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അപ്പൻ്റെ സംസാരം കേൾക്കുന്നുണ്ട്, അമ്മയുടെ സംസാരം കേൾക്കുന്നുണ്ട്, കുഞ്ഞ് ചിരിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ എന്തായാലും അവിടെ വെച്ച് തന്നെ ഇതിൻ്റെ മോഡിഫിക്കേഷനും ഇതിൻ്റെ സംഭവങ്ങളെല്ലാം നടക്കുന്നുണ്ട്. പിന്നെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ഒരു വിമൺ പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോൾ അപ്പോൾ അവളുടെ ശരീരത്തിൽ പല പ്രത്യേകതകൾ ഉണ്ടാവുമായിരിക്കും. ഒരു ഫോറിൻ സംഭവം സംഭവിക്കുന്നു, പക്ഷേ അവൾക്ക് ദൈവം ഇൻബോൺ ആയിട്ടൊരു കപ്പാസിറ്റി തന്നിരിക്കുകയാണ്, ഒരു പൊട്ടൻഷ്യൽ തന്നിരിക്കുകയാണ്. ഇത് ഹാൻഡിൽ ചെയ്തുകൊണ്ട് തന്നെ നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അല്ല, ദൈവം അതുകൊണ്ടാണല്ലോ നമുക്ക് തരുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ആ ഒരു കപ്പാസിറ്റി, ആ ഒരു പൊട്ടൻഷ്യലും സ്ത്രീകൾ ശരിക്കും ഉൾക്കൊള്ളാനും അങ്ങനെ ഒന്ന് ബിൽഡ് ചെയ്യാനും പറ്റിയിരുന്നില്ല. ബാക്കി പലതും നമുക്ക് IAS എഴുതുന്നത് നമുക്ക് വലിയ സംഭവമാണ്, അല്ലെ വേറെ പല കാര്യങ്ങളും അച്ചീവ് ചെയ്യുന്ന നമുക്ക് സംഭവമാണ്. ഇത് ചേർത്ത് പോകാനുള്ള കപ്പാസിറ്റിയും കൂടെ ഉണ്ടെങ്കിലോ അല്ലെ അത് ശരിക്കും ഈ കരിയറിന്റെ പേരില് പ്രഗ്നൻസി ഒരു ഡിഫിക്കൽട്ടി ആണെന്ന് ചോദിക്കണത് തന്നെ എനിക്ക് കില്ലറാണ്. അപ്പൊ നമുക്ക് ഇൻബോൺ എടാ നിനക്കിത് തന്നിട്ടുണ്ട്, ഇനി തന്നത് തിരിച്ചറിയാൻ പറ്റുന്നില്ലാത്തത് കൊണ്ട് തന്ന സാധനമാണ്, ഇത് എടുക്കണില്ല ആരും, അതൊന്നും ഉപയോഗിച്ചാൽ മതി. പക്ഷെ നമ്മൾ പറയുന്നത് എന്താണ്, ഇല്ല ഇതില്ല, ഇനി നമ്മൾ പുറത്തുനിന്ന് വേറെ എടുത്തിട്ട് വേറെ പല കാര്യത്തിലും നമ്മൾ മോട്ടിവേറ്റഡ് ആവുകയാണ്. അതെ, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയണേ, ഒരു അമ്മയാവുക എന്നുള്ളതിന്റെ ആന്തരിക ആനന്ദം നിന്നിൽ നിന്ന് ആരും കവർന്നെടുക്കാതിരിക്കണേന്ന്. കാരണം ഭയോ വിമർശനോ അതൊക്കെയാണല്ലോ പ്രശ്നം. ഇങ്ങനെ ഞാൻ ഈ സ്വീകരിച്ചാൽ എന്തായിരിക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് എൻ്റെ ഒരു പ്രഗ്നൻസി ആളുകൾ സമൂഹം എങ്ങനെ കാണും, അതൊന്നും ഒരു അമ്മയാവാനുള്ള സന്തോഷത്തെ കളയുന്ന ഒരു പോയിന്റാണ്. പലരുടെയും ഇപ്പോഴത്തെ ഒരു ഡിപ്രഷൻ എന്ന് പറഞ്ഞ സംഭവത്തിലേക്ക് പോകുന്ന ഒരു വലിയ ഫാക്ടറാണ് പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രഗ്നൻസി സംഭവിച്ചു എന്നുള്ളത്. അപ്പോൾ ഒരിക്കലും അമ്മമാരായിട്ടുള്ളവർ ചിന്തിക്കുന്നില്ല ഇത് ദൈവത്തിൻ്റെ ദാനമാണെന്നും ഇത് ദൈവത്തിൻ്റെ ഒരു സമയത്തിലാണ് നമുക്ക് ജീവൻ. അത് നമ്മുടെ വലിയ ഒരു എന്താ പറയുക വലിയ കപ്പാസിറ്റി അല്ല വെച്ചാൽ ഒരു പറയാൻ പറ്റുന്ന ഒരു മേന്മയൊന്നുമല്ല, ഇത് ദൈവകൃപയായിട്ടാണ് നമുക്കത് ഒരു ജീവൻ നമുക്ക് കിട്ടിയതെന്നുള്ളൊരു ബോധ്യം പലപ്പോഴും നമുക്ക് സ്ത്രീജനങ്ങൾക്ക് എനിക്കൊന്നും അത് വേണമെന്ന് തോന്നും. അതുകൊണ്ട് തന്നെ ഒന്നും ഈ ഒരു ജീവൻ നൽകുന്ന ഈ ഒരു കാര്യത്തിന് മറ്റൊന്നും തന്നെ തടസ്സമല്ല എന്നുള്ളതാണ്. ഇനി ഇപ്പം ആരും സപ്പോർട്ട് ചെയ്യാത്തവരുടെ ഒരു കാര്യം എടുത്താൽ തന്നെയും നമ്മൾ വളരെ കൃത്യമായിട്ട് ദൈവത്തിൽ ശരണപ്പെട്ട് കഴിഞ്ഞാൽ, ആശ്രയിച്ച് കഴിഞ്ഞാൽ, നേരത്തെ വചനം പറഞ്ഞ പോലെ സൈന്യനിരയെ ഭേദിക്കാനുള്ള ചില കാര്യങ്ങൾ നമുക്ക് തുറന്നു കിട്ടും. പക്ഷെ നമ്മൾ അത്രയും ട്രസ്റ്റ് ചെയ്യണം, അത്രയും ഓപ്പണായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ മുന്നിലായിരുന്നു കഴിഞ്ഞാൽ ദൈവം തീർച്ചയായിട്ടും വഴി തുറന്ന് തരുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ കരിയറിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്തിട്ട് അല്ലെങ്കിൽ കരിയറിന് വേണ്ടിയൊക്കെ ഈ അമ്മയാവുക അല്ലെങ്കിൽ ആ മാതൃത്വത്തെ നമ്മൾ ഒന്ന് ബോധപൂർവം മാറ്റി വയ്ക്കുമ്പം അവിടെ സംഭവിക്കുന്ന വലിയൊരു അപകടമുണ്ട്. അത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയണില്ലേ. കാരണം ഒരു സമൂഹത്തിൽ അമ്മമാരില്ലാണ്ടായാൽ ആ സമൂഹം മരിച്ചതിന് തുല്യമാണ്, ജീവനില്ലാത്ത സമൂഹം. അങ്ങനെ ഒരു സമൂഹം നമ്മുടെ നാട്ടിൽ ബിൽഡ് ചെയ്ത് വന്നിട്ട് എന്താ നമുക്ക് അതുകൊണ്ട് നേടാൻ പറ്റും? ഒന്നും നേടാൻ പറ്റില്ല. കാരണം എല്ലാവരുടെ ഉള്ളിലും അല്ലേ, നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കാണുന്നതാണ് എക്സ്ട്രീം ഇൻഡിവിജ്വലിസം. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട് നമ്മളോട് തന്നെയുള്ള ഒരു സ്നേഹം. ശരിക്കും ഒരു അമ്മയ്ക്കാണ് ഒരു കുഞ്ഞിനെ ഈ സ്വാർത്ഥതയുടെ പുറന്തോട് പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ പറഞ്ഞില്ലേ, എൻ്റെ ബോഡി, എൻ്റെ കരിയർ, എൻ്റെ ലൈഫ് എന്താണ്, നിങ്ങൾ ആരാണത് ചോദിക്കാൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് പലപ്പോഴും സ്ത്രീജനങ്ങൾ ഇപ്പം മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം. ഈ നേരത്തെ ചേച്ചി പറഞ്ഞ പോലെ ഇനി നമ്മളുടെ ചില അച്ചീവ്മെൻറ്റ്, ഇപ്പം പലരും പറഞ്ഞു നമ്മൾ ഈ മാതൃത്വം കൂടെ നമ്മൾ ഏറ്റെടുത്തത് കൊണ്ട് നമ്മുടെ അച്ചീവ്മെൻറ്റ് ഭയങ്കരമായിട്ട് കൂടി വരുന്നു. ഇനി നേരെ വേറൊരു സിനാരിയോ എടുത്തു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ മാറ്റിവെക്കപ്പെടേണ്ടി വന്നു. അതായത് ഈ ഇന്നൊരു പ്രഗ്നൻസിയുടെ സമയമുള്ളതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് എഴുതാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് പറ്റിയില്ല. പക്ഷേ ഇനി
തുടർന്ന് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഈ കുഞ്ഞിനെ സ്വീകരിച്ച് കഴിയുമ്പോൾ ഇതിലും വലിയൊരു ഓപ്പണിംഗ് ആയിരിക്കും ചിലപ്പോൾ ദൈവം അതിന് സമ്മാനമായിട്ട് വെച്ചിരിക്കുക. അങ്ങനെ റിസീവ് ചെയ്ത് ഒരുപാട് ആ ഒരു ട്രസ്റ്റ് ഫാക്ടർ വേണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ബിലീഫ് എനിക്കൊന്ന് പലതും നമ്മൾ ബ്രെയിനിൽ സെറ്റ് വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും എടുത്തിട്ടാണ് നമ്മൾ ഓരോ സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യുന്നത്. അതായത് ഇന്ന പട്ടി എന്നെ ഓടിക്കാൻ വന്നപ്പോൾ ഞാൻ അന്ന് ചാടിക്കിടന്നോ അതോ മതിൽ ചാടിയോ, അപ്പോൾ ഇത് രണ്ടും ഓർമ്മയാണ്. മതിൽ ചാടിയെന്നാണ് നമ്മുടെ ഇത് നമ്മൾ ഇത് ചെയ്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിറ്റുവേഷൻ വരുമ്പോൾ മതിൽ ചാടുന്നതിനെ പറ്റി നമ്മൾ ആദ്യം ചിന്തിക്കത്തുള്ളൂ. ഇതേ നമ്മുടെ മനസ്സിൽ കിടപ്പുള്ളൂ. അപ്പോൾ നമ്മൾക്കൊരു ബിലീഫ് സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്, ഇത് പറ്റില്ല, ഇങ്ങനത്തെ ഒരു സംഭവം പറ്റില്ല, കരിയർ മുന്നോട്ട് പോകത്തില്ല, കൂടുതൽ കുഞ്ഞുങ്ങൾ പ്രശ്നമാണ്. അപ്പോൾ അതിൽ നിന്നേ നമ്മൾ പിന്നെ ഈ ഇൻഫർമേഷൻ എടുക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു എക്സ്റ്റേണൽ ആയിട്ടുള്ള പല ഫാക്ടേഴ്സും ഇങ്ങനെ തരത്തിൽ ചർച്ച ചെയ്യപ്പെടും. പക്ഷേ നമ്മളിലൊരു ഇൻറ്റേർണൽ ഒരു ജ്വാല ഉണ്ടാവണം, ഇങ്ങനത്തെ ഒരു സ്നേഹത്തിൻ്റെ ജ്വാല, അത് ശരിക്കും കത്തിപ്പടരണമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് ഈ മേഖലയിലൊക്കെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് അമ്മമാരും പ്രേക്ഷകരും ഒക്കെ ഉണ്ടാകുമായിരിക്കാം. ഈ ഇത് കാണുന്ന ഒരുപാട് പേരുണ്ട്. ഇവർക്ക് വേണ്ടിയൊക്കെ ഒരു പ്രാർത്ഥനാ സഹായമായിട്ട് നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. അനി ആൻറ്റി നമുക്ക് പ്രാർത്ഥനയിൽ സഹായിക്കുന്നു. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് മാതൃത്വത്തിൻ്റെ മനോഹാരിതയെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദാമ്പത്യ സ്നേഹം ഒരിക്കലും ദമ്പതികളോടുകൂടെ അവസാനിക്കുന്നതല്ല. അതൊരു പുതിയ ജീവനിലേക്ക് തുറക്കാനായിട്ട് ഓരോ സ്ത്രീയെയും വിളിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ നവീകരിക്കപ്പെടുന്ന സൃഷ്ടി രഹസ്യത്തിൽ പങ്കെടുക്കാനുള്ള വിളിയാണ് മാതൃത്വത്തിലൂടെ ഓരോ സ്ത്രീയും അതിൻ്റെ ഭാഗമായി മാറുന്നത്. എല്ലാ അമ്മമാരെയും ഏറെ സ്നേഹത്തോടെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവം എല്ലാ അമ്മമാരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മാതൃത്വം ധീരതയാണെന്നും ഒത്തിരി സന്തോഷത്തോടു കൂടി മാതൃത്വത്തിൻ്റെ മനോഹാരിത മനസ്സിലാക്കി അമ്മയാകുക എന്നുള്ള വിളി സ്നേഹത്തോടെ സ്വീകരിക്കാനും എല്ലാ സ്ത്രീകൾക്കും ദൈവം സമൃദ്ധമായി കൃപ നൽകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ പ്രാർത്ഥനാ സഹായങ്ങളോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഏഞ്ചൽ സ്വാമിയുടെ ഓഫീസ് നമ്പറുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 0484295580 അല്ലെങ്കിൽ ഡ്രോപ്പ് us your mail at info@angelswami.in. വിശുദ്ധ വീതിയുടെ മറ്റൊരു എപ്പിസോഡിനായി നമുക്ക് കാത്തിരിക്കാം. Until then, goodbye. Thank you. Thank you.